ഞങ്ങളെ കുറച്ച് നാളായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കുറച്ച് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമൻറ്റിലൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഞങ്ങൾ ആദ്യം 3-4 പ്രാവശ്യം എടുത്ത്, പക്ഷെ അതെല്ലാം നമ്മളെ ഫോണ് കംപ്ലൈൻ്റ് ആയിപ്പോയി. അങ്ങനെ അത് ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ അടുത്ത വീണ്ടും ഞങ്ങളിന്ന് ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയുകയാണ് ഗൈസ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പൊന്നു തുടങ്ങിയല്ലേ. പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങളെ കമന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കമന്റ് ചെയ്ത് കറക്റ്റ് ആൻസർ ഇതല്ല, കറക്റ്റ് ഏജ് ഡിഫറൻസ് പറഞ്ഞവരുണ്ട്, തെറ്റിച്ചവരുണ്ട്. കുറെ പേര് 40, 30, 30, 20 അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരുപാട് കുറെ പേര് തെറ്റിച്ചും കറക്റ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കറക്റ്റ് ഏജ് ഡിഫറൻസ് അല്ല, ഓരോ ആൾക്കാർക്ക് കാഴ്ചപ്പാട് ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ഏജൊക്കെ കൂടുതൽ തോന്നിക്കും. അത് ഓരോരുത്തർക്ക് തോന്നുന്നില്ല, അതൊന്നും സാരമില്ല. അപ്പൊ ഞങ്ങളുടെ കറക്റ്റ് ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് പറഞ്ഞു ഒന്നുമില്ല 10 വയസ്സിന് ഡിഫറൻസ്. 10 വയസ്സിന് വ്യത്യാസമാണ്. ഞാൻ മാമനാണ്. മാമനൊന്നും അല്ല, ചെറുപ്പക്കാരനാണ്. എന്നാലും കുഴപ്പമില്ല. വയസ്സിന് ഡിഫറൻസ് ആണ്. അപ്പൊ നമ്മളെ വെച്ച് നീട്ടണില്ല, നമ്മളെ ലവ് സ്റ്റോറി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഈ ലവ് സ്റ്റോറി പറയാന്ന് പറയുമ്പോ ചെറിയൊരു നാണമൊക്കെ വരും. എന്നാലും ഞാൻ പറഞ്ഞു തുടങ്ങാം. ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ലോക്ക്ഡൗൺ സമയത്താണ്. ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഇവിടെ മാർച്ച് മാസമൊക്കെ ആകുമ്പോഴ്, മാർച്ചാണെന്ന് തോന്നുന്നു ലോക്ക്ഡൗൺ സമയം 2021. ലോക്ക്ഡൗൺ സമയം എന്ന് പറയുമ്പോൾ തന്നെ വർഷം മനസ്സിലാവൂലേ? കട്ട ലോക്ക്ഡൗൺ ഉണ്ടല്ലോ, ആ സമയം കഴിഞ്ഞു വരുന്ന സമയം. അപ്പൊ 21 നമ്മളെ പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ ഒരു യാദർച്ഛികമായി ഞങ്ങള് എന്നെ തെറ്റിപ്പിക്കും. യാദർച്ഛികമായി ഞാനൊരിക്കൽ എൻ്റെ ഫോണിൽ നോക്കിയപ്പോഴും ഒരു മെസ്സേജ് വന്ന് നടക്കുന്നു. ഹലോ ചേട്ടാ ഡാൻസിന് ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പൊ ഞാൻ അന്ന് ഫോട്ടോയുടെ കൂടെയൊക്കെ ഇങ്ങനെ വീഡിയോ വർക്കിനൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഫേസ്ബുക്കിൽ എപ്പോഴും ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു, എൻ്റെ ഫോട്ടോകൾ. അപ്പൊ ഇങ്ങനെ പൊന്നു എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു. ഞാൻ ഉടനെ പറഞ്ഞു, എന്താണ് മോനെ ഞാൻ ഇപ്പൊ പറഞ്ഞത്? ഞാൻ തന്നെ മറന്നുപോയി. കുറെ മറന്നുപോയി, വർഷം കുറെ ആയില്ലേ. എന്തിന് നോക്കാം, ഞാൻ ഇച്ചിരി ബിസിയാണ്, ഞാൻ ഫ്രീ ആകുമ്പോ അതിനെ പറ്റി സംസാരിക്കാം. അല്ല, ജാട കാണിച്ചില്ല. ഇനി ജാടയൊന്നുമല്ല, വെറും ഷോ. അല്ലല്ല, ആരാണെന്ന് അറിയാൻ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഓക്കെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ റെഡിയാണ്, ഒരു സമയം പറയേ, നമുക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട്. പക്ഷേ നമ്മൾ പരിചയപ്പെടുന്ന ആദ്യമായിട്ട് അപ്പോഴാണ്. അത് ഏത് മാസം വരുന്നത്? മാസം എനിക്ക് തോന്നുന്നൊരു ഡേറ്റ് തെറ്റിച്ചാ തീർന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആദ്യമായിട്ട് FB-ൽ മെസ്സേജ് അയച്ച് പരിചയപ്പെടുന്നത് ഏപ്രിൽ 2021 ഏപ്രിൽ 28. ഇതെല്ലാം പരീക്ഷയ്ക്ക് പോയി പഠിച്ചിരുന്നെങ്കിലേ നല്ലതുപോലെ ഇപ്പൊ ആയത്. അപ്പൊ എന്തായാലും നമ്മളെ പരിചയപ്പെട്ട്, അപ്പൊ ആദ്യം ഒന്നും ഞാനങ്ങനെ മെസ്സേജിന് റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. ഞാൻ വെറുതെ ഞാനായിട്ട് പറയുന്നുണ്ട്, അതൊക്കെ പൊന്നു പറയുന്നതായിരിക്കും നല്ലത്. ആദ്യമൊന്നും മെസ്സേജിന് റിപ്ലൈ ഒന്നും തരൂലായിരുന്നു. പിന്നെ പയ്യെ ഇങ്ങനെ മെസ്സേജ് അയച്ച് ആ ഡാൻസിന്റെ വീഡിയോ എടുക്കണം, എന്ത് കോസ്റ്റ്യൂം വേണം, ഏത് ലൊക്കേഷൻ വേണം, അങ്ങനെ ഇവര് പറയാനായിട്ട് കഴിഞ്ഞാൽ ഏതാ വലിയൊരു സിനിമ എടുക്കുന്ന രീതിയാണ്. അങ്ങനെ സംസാരിച്ച് അവസാനം കോണ്ടാക്ട് നമ്പർ കൊടുത്തപ്പം പിന്നെ വാട്സപ്പിലായി മെസ്സേജ് അയക്കുന്നത്. ഞാൻ ആരടുത്ത് മിണ്ടിയാലും ഞാൻ അമ്മയ്ക്ക് പരിചയപ്പെടുത്തിയാലും ഞാൻ ഇന്ന ആളടുത്താണ് മിണ്ടണം, എൻ്റെ അടുത്ത് മിണ്ടാറുണ്ട്, ഞാൻ അമ്മയടുത്ത് പറയും. ഞാൻ ആരടുത്ത് മിണ്ടിയാലും ഞാൻ അമ്മയടുത്ത് പറയും. ഈ ചേട്ടന്റെ കാര്യവും ഈ ചേട്ടന്റെ കാര്യവും പല ചേട്ടന്മാരുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഇല്ല, ഈ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു. ചേട്ടന്റെ കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു. ഈ യൂട്യൂബിൽ വീഡിയോ എടുത്തു തരാനൊക്കെ ചേട്ടൻ ഫോട്ടോഗ്രാഫറാണ്, വീഡിയോ ഒക്കെ എടുത്തു തരുമെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു. അപ്പോഴ് അങ്ങനെ അതിനിടയിൽ വെച്ചിട്ട് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ പൊന്നു നമ്മളെ കുറച്ച് കമ്പനി ആയല്ലോ. പൊന്നു ഇങ്ങനെ ഒരു ഷോർട്സ് അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ഫോട്ടോ വാട്സാപ്പിൽ, അമ്മയുടെ വാട്സാപ്പിലാണെന്ന് തോന്നുന്നു, DP ആക്കി ഇട്ടു. നമുക്ക് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോഴും ഞാൻ പറഞ്ഞ്, പൊന്നു അതങ്ങനെ ചെയ്യുന്ന തെറ്റല്ലേ, അങ്ങനെ ഇപ്പം മറ്റുള്ളവർ കാണുന്ന രീതിക്ക് നമ്മൾ അങ്ങനത്തെ ഫോട്ടോ ഒക്കെ ഇടുന്നത് തെറ്റല്ലേ, ഷോർട്സ് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു. അപ്പോഴ്
അത് പൊന്നൂന് അങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ക്ലിക്ക് ആയതങ്ങ് അതങ്ങ് ബ്രെയിനിലങ്ങ് ടച്ച് ചെയ്തല്ലേ. അപ്പോഴും പൊന്നൂന്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയണു, മോനെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുകൂടെ, മോൻ പറഞ്ഞാൽ കേൾക്കുമെന്ന്. സത്യമായിട്ട് വിളിച്ചു പറഞ്ഞു. അതിനിടയിൽ വേറെ സംഭവങ്ങളും ഉണ്ടേ. ഇതുവരെയുള്ള ഒരു സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനി ഇതിന് മുന്നേ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എനിക്കറിയില്ലായിരുന്നു. അത് പൊന്ന് പറഞ്ഞു തരും. തുടങ്ങിക്കോ. എന്നെ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാണ്? ഇതൊക്കെ പിന്നെയാണ് ഞാൻ അറിയുന്നത്. ഞാൻ കഥ തുടങ്ങട്ടെ. ഞാൻ ചേട്ടനായിട്ട് ആദ്യം ചേട്ടന്റെ പേര്, ചേട്ടന്റെ സ്ഥലം, ഏജ്, നാട്, ഒന്നും എനിക്ക് അലമ്പല്ലേ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഞാൻ ഈ വ്യക്തിയെ പലപ്പോഴും പല സ്ഥലത്തും വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. വെറ്റിനറി ഹോസ്പിറ്റലിൽ ഒരു ആടിനെ പിടിച്ചുകൊണ്ട് നിൽക്കണത്. ഞാൻ അലമ്പാതെ ഞാൻ പിന്നെ അമ്പലത്തിൽ പോയപ്പം വഴിയില് മണല് കോരിക്കൊണ്ട് നിക്കണത് ഞാൻ പല സ്ഥലത്തും വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ ഇത് ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്തുള്ളതാണ്, പേര് ഇതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അന്ന് പൊന്നു പറഞ്ഞതേ എന്റെ അടുത്ത് നമ്മള് മെസ്സേജ് അയക്കാൻ നേരത്തും FB-ല് ഫോട്ടോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല അന്ന് ഞാൻ ഈ സ്ഥലത്ത് വെച്ച കണ്ട ആളാണ്. പിന്നെ നമ്മള് നേരിട്ട് കണ്ട് കുറെ നാള് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കണത്. അല്ല, കുറെ നാള് കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിക്കണത് ഇത് ആ ചേട്ടനാണ്. അങ്ങനെ സത്യമായിട്ടും. പക്ഷേ പൊന്നു പറഞ്ഞേ ഞാൻ തള്ളാണോ? അതല്ല, എന്നിട്ട് ഒരു വരി കളിയാക്കണുണ്ടോ? അല്ല, ഇതാണ് ഞാൻ ഇങ്ങനെ മണ്ണ് വാരിക്കൊണ്ടിരുന്നപ്പോ പൊന്നു ഇങ്ങനെ എന്നെ നോക്കിയിരുന്നു. ഞാൻ പക്ഷെ എനിക്ക് അന്ന് അറിഞ്ഞൂടെ. പക്ഷെ ചേട്ടൻ മണ്ണ് വാരിക്കൊണ്ടിരുന്നപ്പോ ഞാൻ അമ്പലത്തിൽ പോയിരുന്നേ വഴി കൂടെ. അപ്പോഴ് ചേട്ടനെ കണ്ട് എനിക്ക് പെട്ടെന്ന് കൊള്ളാമല്ലോ ചേട്ടൻ, എന്താ പെട്ടെന്ന് കണ്ണ് കണക്റ്റ് ആയി. എനിക്ക് ചേട്ടൻ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഒന്ന് കളച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ടേ നോക്കിയുള്ളൂ. പിന്നെ നോക്കിയതേ ഇല്ല. വണ്ടിയിലാണോ പോയത്? നടന്ന്. അപ്പൊ ഞാൻ അങ്ങ് നടന്നു പോകുന്നവരെ ഞാൻ തിരിഞ്ഞ് ചേട്ടനെ നോക്കി. എങ്ങനെ തിരിഞ്ഞു നോക്കി? എങ്കിൽ പിന്നെ അവരാരെങ്കിലും നീ കറങ്ങിയൊക്കെ കള്ളത്തിൽ നോക്കി കാണും. ഇല്ല, ഞാൻ അങ്ങനെ തിരിഞ്ഞിരുന്ന് നോക്കിയതുള്ളതാണ്. സത്യമാണ്, ഞാൻ കള്ളത്തരം അറിയില്ല. അങ്ങനെ അപ്പോൾ ഞാൻ അറിയണില്ല. ഞാൻ ആഞ്ഞു നിന്ന് മണ്ണൊക്കെ വെട്ടിയിരിക്കുകയായിരുന്നു. പിന്നെ ഈ പെൺപിള്ളേര് ഇതെല്ലാം ഓർത്ത് വെക്കും എന്നുള്ള കാര്യം ഞാൻ പൊന്നു പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അന്ന് ഞാൻ ബ്ലാക്ക് ഷർട്ടും പിന്നെ ഒരു ബ്ലൂ പാന്റും, ബ്ലൂ മീൻസ് ബ്ലൂ ഗ്രേ ഒരു പാന്റും, പിന്നെ പാളച്ചെരുപ്പും. സംഭവം പാള കാലി കെട്ടി വെച്ച എങ്ങനെ അതേപോലത്തെ ഒരു ചെരുപ്പ്. കാണാനും കൊള്ളില്ല. അല്ല, അന്ന് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. സൗന്ദര്യം വെറുതെ അലമ്പ്. ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. പൊന്നുവിനെ പരിചയപ്പെട്ട ഞങ്ങൾ ആദ്യം ഞാൻ നേരി കാണുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നേ, അത് ഇനിയാണ് ഞാൻ പറയാനിരിക്കുന്നത്. ഇനിയാണ് നമ്മളെ കഥ തുടങ്ങുന്നത്. ഇത് നേരത്തെ ഇതിന് മുന്നേ ഉള്ളത് വരെയുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് അറിയുന്നതിന് മുന്നേ പൊന്നുവിനെ എന്നെ നേരിട്ട് അറിയായിരുന്നു, തൊട്ടടുത്ത് വെച്ചിട്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് കൂടെ പോയിട്ട് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ പൊന്നുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അതിനിടയ്ക്ക് വെച്ചിട്ട് ഈ കണ്ണുകൂട്ടനായിരുന്നു. നേരിട്ട് കാണണ്ടേ? ഞാൻ എവിടെ, നിങ്ങളൊക്കെ എവിടെ ഉള്ളായിരുന്നു എനിക്കെങ്ങനെ അറിയാം? ഞാൻ ഈ പെൺപിള്ളേരെയൊക്കെ ഞാൻ നോക്കി കിടക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ആ ഫോടെ അങ്ങനെ ഈ ഡയറക്റ്റ് നമ്മൾ കണ്ടിട്ടില്ല, ഈ ഫോണിൽ കൂടെയുള്ള കോണ്ടാക്റ്റേ ഉള്ളു. അങ്ങനെ ഒരു ദിവസം പൊന്നുവിന് പല്ലൊക്കെ ഇങ്ങനെയാണ് ഇരുന്നത്. പല്ല് ഇങ്ങനെ ഇരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ ആളെ പല്ല് ഇങ്ങനെയാണ് ഇരുന്നത്. ആ പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ എന്റെ ഫോട്ടോ കാണില്ല, പൊന്നുവിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ ഇരുന്ന ആ പല്ല് അകത്തോട്ട് വലിച്ചു കെട്ടണം മോളെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഇവള് ആള് അമ്മയായിട്ടൊക്കെ റെഡിയാക്കി. എനിക്കറിയാന്നുള്ള ഞാൻ ആദ്യം കാണിച്ച ഹോസ്പിറ്റലില് പൊന്നുവിനെ ഞാൻ സജക്ട് ചെയ്ത് അങ്ങോട്ട് വിട്ടു. അപ്പം ഞാൻ അവിടെ പോകുന്ന വഴിക്ക് പൊന്നുവിൻ്റെ അമ്മ പറഞ്ഞു, എങ്കിൽ മക്കളെ നീ ഇങ്ങോട്ട് വാ, നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ പൊന്നുവിനെ ആദ്യം നേരിട്ട് കാണുന്നത് ഈ പല്ലിനകത്ത് പല്ല് എന്തോ അവർ ക്ലീൻ ആക്കാനോ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ക്ലിപ്പ് കണക്കത്തെ ഒരു സാധനം മോണ മൊത്തത്തിൽ തുറന്ന് കാണുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു ഞാൻ ഫോട്ടോ ഇല്ലടേ, അത് ഫോട്ടോ കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ആ ഒരു രീതിയാണ് ഫസ്റ്റ് കാണുന്നത്. ഞാൻ കണ്ട ഉടനെ വെറുത്തുപോയി. ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ കാണിക്കണത്. അങ്ങനെ ഞാൻ പൊന്നിന്റെ അടുത്ത് സംസാരിച്ചു. നമ്മളെ ഫസ്റ്റ് ഒരാളെ നമ്മള് കാണുമ്പോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണാൻ പോണ ഒരു വ്യക്തിയെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ വായും തുറന്ന് കിടക്കണം, ഒരുമാതിരിയല്ലേ? ഞാൻ ആദ്യമായിട്ട് പൊന്നെ വായും തുറന്ന് കിടക്കണേന്ന് കണ്ടത്. അപ്പൊ അവിടെ നിന്ന് നേരെ വരെ വീട്ടിലൊക്കെ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ തിരിച്ചു വന്നു. പിന്നെ നമ്മള് കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഒരിക്കല് ഡാൻസ് കളിക്കാൻ എല്ലാം സെറ്റാക്കി.
അപ്പം പൊന്നു ഡാൻസ് കളിക്കാനുള്ള എല്ലാം വന്നു. എന്നെ കണ്ടതിന് ശേഷം ഡാൻസ് പഠിപ്പിച്ചത് ഞാൻ, പാട്ട് സെലക്ട് ചെയ്ത ഞാൻ, ഡ്രസ്സ് സെലക്ട് ചെയ്ത ഞാൻ, കളിക്കാത്തതും ഞാനുള്ളതുകൊണ്ട് ബാക്കി എല്ലാവരും മാത്രം കളിച്ചു. ആ വീഡിയോ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ഏതിലെങ്കിലും ഒന്നിൽ കാണിക്കാം. ഞാനാണ് ആ വീഡിയോ എടുത്തത്. കേട്ടല്ലേ? ഞാൻ നോക്കിയാ പൊന്ന് സ്റ്റേജില് നമ്മളൊരു സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ സ്ഥലത്ത് പറഞ്ഞ അയ്യേ 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 എങ്ങനെയൊന്നും അല്ല തന്നെ അവസാനം എന്നെ കണ്ടോണ്ട് അല്ല ഞാൻ പറഞ്ഞു ഇത് ഇനി പരിപാടി നടക്കൂല, നമുക്ക് വേറൊരു ദിവസം മാറ്റി വെക്കാന്ന് പറഞ്ഞില്ലേ. പിന്നെ നമ്മള് കളിച്ചിട്ടില്ല. പിന്നെ ഇതിന് മെയിൻ നമ്മൾ പരിചയപ്പെട്ട് ഡാൻസ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാണ് പരിചയപ്പെട്ടത്. പക്ഷെ ഡാൻസ് വീഡിയോ എടുത്ത് അത് കൊളായിപ്പോ. അതിനുശേഷം നമ്മൾ പിന്നെ സ്ഥിരം മെസ്സേജ് അയക്കുമായിരുന്നു, വിളിക്കുമായിരുന്നു, ചേട്ടൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും, ഞാൻ എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും. എന്റെ പഴയ ലവർ എന്ന് പറഞ്ഞൂടാ, നാക്കം കുരുങ്ങി. ഞാൻ പണ്ട് ഇഷ്ടപ്പെട്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പൊന്നിന് അറിയായിരുന്നു, അത് പോയതും എല്ലാ കാര്യങ്ങളും പൊന്നിന് അറിയായിരുന്നു. അപ്പൊ ഇപ്പൊ അത് വെച്ചിട്ടാണ് കുത്തുന്നത്, അത് വേറെ പോയിന്റ്. ഉണ്ട്. അപ്പൊ നമ്മള് അത് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ പൊന്നു എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്ത് വന്നു, മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും അയക്കുമായിരുന്നു. അതിനിടയിൽ വെച്ച് ഒരു ദിവസം പൊന്നു എൻ്റെ അടുത്ത് വെച്ചു, ചേട്ടനെ ഞാൻ പ്രേമിച്ചുട്ടെ. അങ്ങനെയാണോ ചോദിച്ചാ? ഉള്ളത് കറക്റ്റ്. ഞാൻ ചോദിച്ചത് ചേട്ടാ എനിക്ക് ചേട്ടനെ ഇഷ്ടം, ഞാൻ ചേട്ടനെ പ്രേമിച്ചോട്ടെ. അപ്പൊ ചേട്ടൻ വേണ്ട, പോയി കിടന്ന് ഉറങ്ങും മക്കളെ, രാവിലെ വിളിക്കാം, പോയി കിടന്ന് ഉറങ്ങും മകളെ. അല്ല അപ്പോഴും ഞാൻ ചിന്തിച്ച് ഇത് നടക്കൂല, ഇത് ശരിയാവൂല. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ എന്നെ ഇങ്ങനെ അതിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അതിന് സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ അതിന് ഓക്കെ കുഴപ്പമില്ല ആലോചിക്കുക അങ്ങനെയൊന്നും ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചിന്തിച്ച് ശരി ഇത് ശരിയാവൂല, ചിലപ്പോൾ ഇനി ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനുമായിട്ടുള്ള കൂട്ട് വരെ വിട്ടുകളയാൻ ചാൻസ് ഉണ്ട്, അപ്പം ഞാൻ മതിയാക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അപ്പം ഞാൻ ചിന്തിച്ചിട്ട് നാണക്കേട്, ഇതിലും വലിയ നാണക്കേട് ഇനി വേറെ ഒന്നും വരാനില്ല. പുല്ല് പറഞ്ഞും പോയി എന്നൊന്നും തിരിച്ചൊന്നും പറഞ്ഞതും ഇല്ല, അങ്ങനത്തെ ഒരവസ്ഥയായിപ്പോയി. പിന്നെ ഞാൻ ഇഷ്ടം ഉള്ളിൽ വെച്ച് പിന്നെ നമ്മൾ നല്ലോണം മിണ്ടുമായിരുന്നു. നോർമലി കമ്പനി ആയിരുന്നല്ലേ നിങ്ങൾ ആഴത്തും പറയുന്ന ഒരു രഹസ്യം പറഞ്ഞു, നമ്മള് സഹോദരനും സഹോദരിയായിരുന്നു ആദ്യം. എനിക്ക് എന്റെ കണ്ണില് കണ്ടില്ല എനിക്ക് കാണുമ്പോ തൊട്ട് തന്നെ എനിക്ക് ഇങ്ങനെ കൈ വെച്ചപ്പോഴ് എന്റെ ഒരു സഹോദരി രീതിയിലാണ് ഞാൻ. പക്ഷെ ഉള്ളിലിരിപ്പ് വേറെ എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. മനസ്സിൽ എന്താണ് നേരത്തെ ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു. നേരത്തെ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു എനിക്ക്, മറ്റേ ഡ്രസ് ഇങ്ങനെ ഇടരുത്. പക്ഷെ അതിന് ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നാ എന്നെ നേരത്തെ കണ്ടിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്, അപ്പോഴൊരു ക്രഷ് തോന്നിയിട്ടുണ്ടെന്നൊക്കെ. അതാ സത്യം പറ തോന്നിയിട്ടില്ലേ? ഒരു സത്യമായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഈ ചേട്ടനെ ഈ പുള്ളിക്കാരനെ ഞാൻ പല സ്ഥലത്തും വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഈ പുള്ളിക്കാരനോട് എനിക്ക് ക്രഷൊന്നും ഇല്ലായിരുന്നു. പരിചയപ്പെട്ട് നല്ല ചേട്ടൻ, ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ നമ്മളെങ്ങനെ ഉപദേശിക്കുന്നു, അങ്ങനത്തെ ഇടരുത്, ഇങ്ങനത്തെ ഇടണം, നല്ലോണം പഠിക്കണം, നല്ല നിലയിൽ എത്തണം എന്നൊക്കെ ഉപദേശിക്കണേട്ടപ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ നല്ല ചേട്ടനെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അല്ല അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എനിക്കൊന്നും ക്രഷ് ഒന്നും ഇല്ലായിരുന്നു. ഈ ക്രഷ് എന്ന് വെച്ചാൽ നീയല്ലേ എന്റെ അടുത്ത് പറഞ്ഞു മറ്റേ കൃഷി അറിയാം, കൃഷി ക്രഷ് എന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെ എന്റെ അടുത്ത് പിണങ്ങി ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പേരില്. പക്ഷെ നമ്മളങ്ങനെ പിണങ്ങി അങ്ങനെ ഇരുന്നില്ല, കണ്ടിന്യൂ ആയിട്ട് പോയി. അതിനിടയിൽ വെച്ചിട്ടാണ് പൊന്നുവിന്റെ ഇഷ്ടം ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായപ്പോഴ് വീട്ടിലാരും ഇല്ല. അപ്പൊ ഞാൻ ജോലിക്ക് വന്ന് അച്ഛൻ അന്ന് ഉച്ചവരെ ലോട്ടറി കച്ചവടത്തിന് പോകും. അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായപ്പോഴ് കല്യാണത്തിന്റെ വർക്കാണ് ആ സമയത്ത്, ഫോട്ടോ എടുക്കുന്ന ആ പരിപാടി. അപ്പൊ എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റൂല. അപ്പൊ ആ സമയത്ത് തൊട്ടടുത്തുള്ള പൊന്നുമാണ്. അപ്പൊ പൊന്നുവിനെ വിളിച്ചപ്പോഴ് ഞാൻ കാര്യം പറഞ്ഞു, പൊന്നു അമ്മയ്ക്കൊട്ടും വയ്യ, നീ എത്തി വന്ന് നോക്കോ, അച്ഛൻ വിളിച്ചിങ്ങനെ പറഞ്ഞ് എന്തിനാണെന്ന് അറിയാൻ വയ്യ, നീ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാനിങ്ങ് വരികയും ചെയ്ത് പൊന്നു അതിന് മുന്നേ അങ്ങ് വീടെത്തി. അപ്പൊ ഞാനിവിടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കാണുന്നത് അമ്മ ഛർദ്ദിക്കുന്നു, പൊന്നു ഇരുന്ന് ഛർദ്ദിലുമായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഈ ഒരു ഇഷ്ടമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞത് സീരിയസ് ആയിട്ടായിരിക്കാം. കാരണം എൻ്റെ വീട്ടിലെ അവസ്ഥ
ഇങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലാക്കിയിട്ടും നോർമലി പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ വീട്ടിലെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്, അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ്, വെറുതെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചെന്ന് കയറേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കും. അപ്പം ഇത് ഞാൻ കണ്ടപ്പോൾ അങ്ങനെയല്ല. അമ്മയുടെ ഛർദില് ഞാൻ പോലും കൈകൊണ്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലും തോന്നില്ല പെട്ടെന്ന് വാരാനൊക്കെ. അപ്പം ഇത് സ്വന്തം പൊന്നു ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് വരുമ്പം മനസ്സിലായി ഇത് എൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ നമ്മളെ വെറുതെ അങ്ങ് വേണ്ടാന്ന് വെച്ച് കളയണ്ട. ഇത് ഇഷ്ടമാണ്, എൻ്റെ അടുത്ത് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്ടമുണ്ട് എന്നുള്ളൊരു സംഭവം എനിക്ക് അന്ന് മനസ്സിലായി. എന്നിട്ട് ഞാൻ അമ്മയെ കൊണ്ട് ആശുപത്രി പോയതും മെഡിക്കൽ കൊണ്ടുപോയപ്പോഴൊക്കെ ഓടി എൻ്റെ കൂടെ വന്നു. 107 ഇപ്പോൾ സ്ത്രീകൾ വേണമല്ലോ, ലേഡീസിൻ്റെ അമ്മയ്ക്ക് അങ്ങനെയൊക്കെയുള്ള സെക്ഷനിലോട്ട് പെണ്ണുങ്ങളുടെ സെക്ഷനിലാകുമ്പോൾ പെണ്ണുങ്ങൾ തന്നെ കൂടെ നിൽക്കണം. അപ്പോൾ വാർഡിൽ കാര്യത്തിന് നിൽക്കാനൊക്കെ ഓടി എൻ്റെ കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മളെ മണികെട്ടുന്ന അമ്പലം ഉണ്ടല്ലോ, മണികെട്ടുന്ന അമ്പലം, കാട്ടിൽ മേക്കത്, എനിക്ക് പെട്ടെന്ന് ആ പേര് തന്നു. മണികെട്ടുന്ന കാട്ടിൽ മേക്കതിൽ അമ്പലത്തില് മണികെട്ടുന്ന അമ്പലം എന്നാണ്. അപ്പൊ കാട്ടിൽ മേക്കതില് പോവാനായിട്ട് ഇവര് പ്ലാൻ ചെയ്ത് പൊന്നൊരു ചേച്ചി ഇതുവരെ പോയിട്ടില്ല. അപ്പം ഒരുപാട് കേട്ടിട്ടുണ്ട് അമ്പലത്തിനെ പറ്റി. ഇങ്ങനെ 7 മണിയോ 5 മണിയോ എത്രയും നമ്മളിങ്ങനെ പോയി കെട്ടി നമ്മൾ ആഗ്രഹം പറഞ്ഞാൽ സാധിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്കിൽ നമുക്കൊരു കൈ നോക്കാം. അങ്ങനെ പൊന്നു എന്ത് ചെയ്ത് മണി കെട്ടാന്നുള്ള ഇതില് അവരെന്നെ വിളിച്ച്. അപ്പൊ ഞാനും പറഞ്ഞു എനിക്ക് ഞാനും ഇതുവരെ പോയിട്ടില്ല, ഇവിടെ നിന്നൊക്കെ പലരും ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനും ഇവിടെ വരാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വരുമോന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ പോവാന്ന് പറഞ്ഞ് പോയി. അപ്പൊ ഇവിടെ നിന്ന് അന്ന് പോകുമ്പോഴ് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം അങ്ങനെയുള്ള സംഭവമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോയി ദൈവത്തിനെ കണ്ട് തൊഴുത് പൊന്നു മണി കെട്ടാനുള്ള സംഭവത്തിന് തയ്യാറെടുത്ത്. ഞാനും മണി കെട്ടി. ഞാൻ ചെന്ന് ആ ആലിൽ മനസ്സിൽ വിചാരിച്ച് ദൈവമേ വിചാരിച്ച് മണി കെട്ടി. പൊന്നു ബാക്കി കഥ പൊന്നു പറയട്ടെ. ആ മണി കെട്ടുന്നതിനിടയിൽ ഒരു സംഭവം ഉണ്ട്, ബാക്കി കഥ പൊന്നു പറയട്ടെ. ആൾക്കാരെന്നെ ട്രോള് ഇല്ല പറയട്ടെ. നിങ്ങൾ ട്രോൾ എഴുത്, നിങ്ങൾ എന്നെ കുറ്റം പറയരുത്. ഞാൻ പറഞ്ഞുതരാം. 7 കെട്ട് കെട്ടണമെന്നാണ്. അങ്ങനെ എത്ര 5 കെട്ട് ഞാൻ കെട്ടി. 6-മത്തെയും 7-മത്തെയും കെട്ടിയില്ല. ഞാൻ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് കെട്ടാൻ പറ്റുന്നില്ല, ഈ രണ്ട് കെട്ടൊന്ന് കെട്ടിത്തരാം. ചേട്ടൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, കെട്ടാൻ പറ്റുന്നില്ല കെട്ടി കൊടുക്കാം. ചേട്ടൻ ആദ്യത്തെ കെട്ട് കെട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ദൈവമേ ഈ ചേട്ടനെ കൊണ്ട് ഞാൻ കെട്ടിച്ച് എനിക്ക് തന്നെ തരണേ ഈ ചേട്ടൻ. ഞാൻ അതൊന്നും അറിഞ്ഞില്ലേട്ടാ. അപ്പോഴ് പൊന്നൂന് എന്റെ കാര്യങ്ങളെല്ലാം അറിയാം. എന്നിട്ടാ ഞാൻ അടുത്ത 2-മത്തെ കെട്ട് കെട്ടാൻ നേരത്ത് ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാമേ എനിക്ക് തന്നെ തരണേ. പൊന്നു പോലെയൊക്കെ നോക്കാന്ന് പറഞ്ഞായിരുന്നല്ലേ? പൊന്നുപോലെയല്ലേ നോക്കണത്? അത്രക്കൊന്നും ഇല്ല. അപ്പോഴ് ഞാൻ ഇതൊന്നും അറിയാതെ ഇങ്ങോട്ട് മാറ ഞാൻ കെട്ടിത്തരാം പറഞ്ഞ് മണി കെട്ടി കൊടുക്കുകയാണ്. അന്നാണ് നമ്മളെ ഇഷ്ടമാണെന്ന് പറയുന്നത്. ഇഷ്ടമാണെന്ന് പറയണത് വേണം നിങ്ങൾ കേക്കേ. ഞാൻ പറയാം, ഞാന് അങ്ങനെ ചിന്തിച്ചൊന്നുമില്ല. പിന്നെ ഇത്രയ്ക്കും അപ്പൊ അമ്പലത്തിൽ വെച്ചും പൊന്നുവിന്റെ ചേച്ചിയൊക്കെ പറഞ്ഞു, നീ നമ്മളിപ്പോ അങ്ങനെ ചിന്തിക്കണ്ട. ഞാനും പറഞ്ഞു ഒന്നും ആവശ്യമില്ല, നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിടിച്ച ഭാഷയിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് ബസ്സിൽ വരികയാണ്. ആള് നല്ല കരഞ്ഞ് വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞാണ് പറയുന്നത്. കരഞ്ഞ് വിളിച്ചെന്നല്ല, കണ്ണൊക്കെ വിഷമിച്ച് എനിക്കിഷ്ടമാണ്, നമുക്ക് പറ്റൂല എന്നുള്ള രീതിയിൽ. അങ്ങനെ വരുന്ന വഴിക്ക് ബസ്സിൽ ഇരുന്നാണ് ആ ഒരു ചെറിയ സംഭവം തുടങ്ങുന്നത്. ഇപ്പൊ വലിച്ചു നീട്ടി കള്ളവാക്കി പൊന്നു പറയുമായിരിക്കും. ഞാൻ വലിച്ചൊന്നുമില്ലല്ല. ഞാൻ നമ്മളെ ബസ് എടുത്ത് കുറച്ച് കഴിയുമ്പോ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, നീ അന്ന് പറഞ്ഞ സത്യമാണ്? ഞാൻ ചിന്തരും അന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സത്യമാണ്? ഞാൻ പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. അല്ലല്ല, അന്നും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇഷ്ടമാണെന്ന്, ബഷീറിനും പറഞ്ഞായിരുന്നു. അപ്പോഴല്ലേ മീനും ഞാനൊക്കെ പറഞ്ഞ മോളെ ഇപ്പോഴേ വേണ്ട, അപ്പൊ നീ വിഷമിച്ചൊക്കെ അല്ലേ ബസ്സിൽ കയറി. അപ്പോഴും ചേട്ടൻ തിരിച്ചു ചോദിക്കണത് അന്ന് പറഞ്ഞ സത്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സത്യം, സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്. അപ്പോഴ് നിങ്ങളുടെ മല്ലു രാജേഷ് കേക്കണേ, നിങ്ങളുടെ മല്ലു രാജേഷ് എന്റെ അടുത്ത് പറഞ്ഞതാണ് ഇനിയാണ് നാടകം തുടങ്ങുന്നത്. ഇല്ല അലമ്പരുത്, അവർക്ക് മനസ്സിലാവൂല. എനിക്ക് ആദ്യത്തെ അലമ്പേണേ ഞാൻ പറഞ്ഞുതരാം. ഏത് കൈ എന്തോ കൈ നീട്ടിട്ട് അതാണ് നല്ലത്. കൈ നീട്ടിട്ട് നീ അന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ കയ്യിൽ പിടിച്ച ഈ പിടി ഒരിക്കലും വിടൂല എന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ പിടിക്കരുത്. ഞാൻ പിന്നെന്താ സംഭവം
വിശ്വസിക്കാൻ കുറച്ച് പറ്റൂല. ക്രഞ്ച് ആയിരുന്നു. എനിക്ക് ക്രഞ്ച് അല്ല ക്രിഞ്ച്. എനിക്ക് പണികളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. വെറുതെ ഞാൻ എന്തിനാണ് വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് അബദ്ധങ്ങൾ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ കേൾക്കുമ്പോൾ ഒരു നാണക്കേടൊക്കെ തോന്നണ്. അങ്ങനെ നമ്മളെ നോർമലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് വഴക്കും ഇടിയും അടിയൊക്കെ ആയിട്ട് അങ്ങനെ പോയത്. ഇടയ്ക്ക് ഞങ്ങൾ ഈ കല്യാണം ഡേറ്റ് എടുക്കുന്നതിന് മുന്നേ ഒരിക്കൽ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 2024 ജനുവരിയിൽ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇനിയിപ്പോ കാണിക്കാൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അന്ന് എടുത്ത നമ്മളെ മുഹൂർത്തം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് ഭയങ്കര വിഷമായി. ആ ഒരു സമയത്ത് നമ്മൾ നടത്താൻ വിചാരിച്ചപ്പോൾ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് നമുക്ക് ഡേറ്റ് മാറ്റി വെക്കേണ്ടി വന്നു. അതിന് ശേഷമാണ് നമ്മുടെ ഈ സമയത്ത് എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. 2023 ഓഗസ്റ്റ് 24 ചേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വരുന്നത്. നമ്മള് ദിവ്യ പ്രണയമൊന്നുമല്ല. കാരണം ഞാൻ ഇവിടെ തട്ടിയിരുന്ന ഇങ്ങോട്ട് മാറ്, എന്റെ സ്ഥലം ഇത്ര എന്ന് പറഞ്ഞ വഴക്കെടുത്ത ഞങ്ങളാണ്. അപ്പൊ ഞങ്ങളുടെ വഴക്കിന്റെയും സന്തോഷത്തിന്റെയും ഇടയില് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 3 മാസമായില്ലേ? 3 മാസമായില്ല, നവംബർ 4 മാസം. അതെങ്ങനെ? നവംബർ ഡിസംബർ 1 മാസം, ജനുവരി 1 മാസം, ഫെബ്രുവരി ആവാൻ പോകുന്നേ ഉള്ളൂ. 3.5 മാസം ആവാൻ പോണേ ഉള്ളു. മന്ദബുദ്ധിയാണ്. ഡിസംബർ 1 മാസം, ജനുവരി 1 മാസം, അപ്പൊ 1 മാസമല്ലേ ആയോളന്ന്. അങ്ങനെ നമ്മൾ ഇത്തിരി എത്തി. അതിൽ കൂടുതലും എനിക്കിപ്പോ ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര വർഷത്തെ റിലേഷനാണ്? 5. ഇത് ഇപ്പോഴും കള്ളക്കണക്കാണോന്ന് എനിക്കറിയാം. അല്ല, 5 വർഷമാണല്ലേ? 21, 22, 23, 24, 25, 26. അപ്പൊ 6 കൂട്ടി കൂടാ. 5 കല്യാണം ഉണ്ടായിരുന്നു. 5 വർഷം, 5 year. 5 വർഷം. 5 വർഷം പ്രണയിച്ചിട്ട് 5 വർഷം 6ാമത്തെ കൊല്ലം കല്യാണം കഴിഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചു പോവുകയാണ്. നമ്മളെ ലവ് സ്റ്റോറി ഇത്രേ ഉള്ളൂ ഗൈസ്. ഒരു കുഞ്ഞ് സ്റ്റോറിയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലായി? നമ്മൾ പറഞ്ഞ കഥ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിഞ്ഞുകൂടാ. മനസ്സിലായി കാണുമായിരിക്കാം മേ ബി. ഇതിലും നിങ്ങൾക്ക് ഇനി ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ കാണും. എല്ലാം കമന്റായിട്ട് പറഞ്ഞാൽ മതി. കമന്റായിട്ട് ഇട്ടാൽ മതി. ഞാനെല്ലാം കേട്ട് നല്ല കമന്റുകൾക്ക് എല്ലാം നമ്മളെപ്പോ സ്നേഹമുള്ളവരില് വഴക്ക് പറയുള്ളൂ, ശാസിക്കുള്ളൂ. നിങ്ങളെ കമന്റ് സ്നേഹത്തോടെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. നല്ല കമന്റുകള് നമ്മള് നല്ലതായിട്ട് തന്നെ എടുക്കും. നല്ലത് പറഞ്ഞു തരുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ മോശം കമന്റ് ഇടുന്നവരോട് ഒന്നും പറയാനില്ല. അപ്പൊ പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ് ഗൈസ്. അപ്പൊ ഇതിലെന്തെങ്കിലുമൊക്കെ കഥ കേട്ടിട്ട് വല്ലതൊക്കെ പറയുണ്ടെങ്കിൽ കമന്റിൽ പറയാ. വിളിക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.